ഓണാഘോഷത്തിനായി മറുനാടൻ പൂക്കൾ എത്ര വന്നാലും നാട്ടിൻപുറങ്ങളിൽ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഇപ്പോഴും കൃഷ്ണകിരീട പൂക്കൾ തന്നെ വേണം. തിരുവോണമുറ്റത്ത് പ്രതിഷ്ഠിക്കുന്ന തൃക്കാക്കരയപ്പന്റെ നെറുകയിൽ ചൂടുന്നതിനാണ് ഈ പൂക്കൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രാമീണ വിപണിക്ക് മറുനാടൻ പൂക്കൾ അന്യമായിരുന്ന കാലത്ത് കൃഷ്ണകിരീട പൂക്കളായിരുന്നു ഓണം കൊള്ളാൻ ഉപയോഗിച്ചിരുന്നത്. മുറ്റത്തെ മൺതറയിൽ മരം കൊണ്ടൊരുക്കുന്ന പീഠത്തിൽ കളിമണ്ണിൽ നിർമ്മിച്ച തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് അരിമാവ് കൊണ്ട് കളമെഴുതി ആർപ്പുവിളികളോടെ മാവേലിയെ വരവേൽക്കുന്നതിനെയാണ് ഓണം കൊള്ളൽ എന്ന് വിളിച്ചിരുന്നത്. ഓണം കൊള്ളുമ്പോൾ തൃക്കാക്കരയപ്പന്റെ നെറുകയിൽ ചാർത്തുന്നത് കൃഷ്ണകിരീടപ്പൂവാണ്. ചെണ്ടുമല്ലിയും അരളിയും വാടാർമല്ലിയും ഒക്കെ യഥേഷ്ടം ലഭ്യമാണെങ്കിലും ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ തൃക്കാക്കരയപ്പനെ കൃഷ്ണകിരീടം ചൂടിക്കുന്നവരുണ്ട്. കാലം മാറിയതോടെ കൃഷ്ണകിരീടങ്ങൾ ഗ്രാമങ്ങളിൽ അപൂർവ കാഴ്ചയായി മാറി. കടും ചുവപ്പു നിറത്തിൽ പിരമിഡാകൃതിയിലുള്ള ഈ ഇനം പൂക്കൾ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും ഇന്നും നാട്ടുവഴിയോരങ്ങളിലുണ്ട്. ഹനുമാൻ കിരീടമെന്നും 6 മാസം പൂവ് എന്നും ചിലയിടങ്ങളിൽ ഇതിനു പേരുണ്ട്. തൃശൂരിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ പെരു എന്നും വിളിക്കുന്നു. കൃഷ്ണകിരീട പൂക്കൾ വിടർന്നാൽ ചിത്രശലഭങ്ങൾ കൂട്ടത്തോടെ എത്തും. വിടർന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം വാടാതെ നിൽക്കുമെന്ന പ്രത്യേകതയും ഈ പൂവിനുണ്ട്. കൾച്ചറൽ ഡെസ്ക്, TCV.